വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. Then 4 men brought to him a man who was paralytic. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനമായി മറ്റൊരാളെ ഞാൻ സഹായിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയുന്ന അവസരം ഏതാണ്? When was the last time that you helped a person who is needy? കോവിഡ് കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ പകലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതായിട്ടുള്ള അവസരത്തിൽ വിശ്രമിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു ഫോൺ കോൾ വന്നേ സഹായിക്കണം. എന്തിന്? ആ വീട്ടിലെ ആളെ മരിച്ചുപോയി. 4-ാമത്തെ നിലയിലാണ് ബോഡി. 4-ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരണം. തനിയെ ആ ശരീരം പൊക്കിയെടുത്തുകൊണ്ട് വരുന്നതിനായിട്ട് വീട്ടുകാർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വിളിച്ചത്, വന്ന് സഹായിക്കണം. താൻ പെട്ടെന്ന് ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം ആ വീട്ടിലേക്ക് ചെന്നു. ആ ബോഡി പ്ലാസ്റ്റിക് കൂട്, അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നത് പ്ലാസ്റ്റിക് കൂടിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ആ ബോഡി എടുത്തുകൊണ്ട് അദ്ദേഹം ഈ 4-ാമത്തെ നിലയിൽ നിന്ന് താഴേക്കുള്ള ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. തന്നാലാവത് ചെയ്ത് സഹായിച്ചു. ഒരു ശവശരീരം എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അനുഭവമുണ്ടോ എന്നറിയാനായിട്ട് പാടില്ല. ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ 4 ആളുകൾ ചേർന്ന് ഒരു പെട്ടി താഴേക്ക് ഇറക്കുന്നതിനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ബന്ധപ്പാടാണ്. അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, താഴെ പോകുമെന്ന് പേടിക്കുന്നു. എന്തൊക്കെ ബന്ധപ്പെട്ടാണ് ആ ഒരു ബോഡി താഴേക്ക് ഇറക്കി വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ നിലയിൽ നിന്ന് ഒരു ബോഡി തൻ്റെ തോളിലെടുത്തുകൊണ്ട് ഒരാൾ താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടോടു കൂടിയാണ് അദ്ദേഹം അത് വേറൊരാൾക്ക് വേണ്ടി ചെയ്തത് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ആദ്യമേ ചോദിച്ചത്, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ദാറ്റ് യു ഹെൽപ്ഡ് എ പേഴ്സൺ? ഈ ലോകത്തിൽ ആർക്കും തനിയെ ജീവിക്കുന്നതിനായിട്ട് സാധിക്കില്ല. അതിവിടെ ഇടയ്ക്കൊക്കെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കുന്നതായുള്ള മാതാപിതാക്കളോട് എനിക്കൊരു ഉപദേശമുണ്ട്. കുഞ്ഞുങ്ങളെ മുമ്പിൽ വന്നിരിക്കാനായിട്ട് അനുവദിക്കണം. നിങ്ങൾ വളരെ പൊസസീവാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്പോയിൽഡ് ആകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ വായേ ഒക്കുകയുള്ളൂ. മറ്റു കുട്ടികളോടൊന്നിച്ച് അവരുമായിട്ട് ഇടപഴകി അവരുടെ ഇടയിൽ ജീവിച്ച് വളരുന്നതിനായിട്ട് സാധിക്കണം. അതിന് നിങ്ങൾ അനുവദിക്കണം. ഒരു യങ് പേഴ്സൺ, ഹി വാസ് എ ടെക് സാവി പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ക്രൈസിസ് വന്നു. ആ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറുവാനായിട്ട് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ആ സൈക്കാട്രിസ്റ്റ് ചോദിച്ചു, നിനക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി ആളുകളില്ലേ ഫ്രണ്ട്സായിട്ട്, ഒരാളോട് വന്ന് സഹായിക്കാനായിട്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ മറുപടിയായിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരെല്ലാം അവർക്ക് സെൻസേഷണലായിട്ടൊരു ന്യൂസ് കേൾക്കണം, അത്രയേ ഉള്ളൂ. എന്നെ വന്ന് സഹായിക്കണമെന്നൊന്നും അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആരും വരികയില്ല ഞാൻ വിളിച്ചാൽ. ഇതാണ് ഇന്ന് നാം ജീവിക്കുന്നതായിട്ടുള്ള ലോകം. അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ. ഒരു ഇടവക അല്ലെങ്കിൽ ഒരു ദേവാലയം എന്ന് പറയുന്നതായുള്ള അവസ്ഥയിൽ അത് സാധിക്കത്തില്ല. നമ്മൾ വിശ്വാസ സമൂഹമാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. അന്യോന്യം ബന്ധപ്പെട്ട് ഒരു കൂട്ടായ്മയിൽ ജീവിക്കേണ്ടതായുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി തന്നതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ അറിയാത്തതായുള്ള ആരും തന്നെ ഈ ഇടവേലുണ്ടാകരുത്. സാധിക്കുമോ? ചില ഇടവേളയിൽ പട്ടക്കാർ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ആളുണ്ടെങ്കിൽ അവരെ അടുത്ത
ഒരാഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കണം. അവർക്കൊരു ചായയൊക്കെ കൊടുത്ത് ലഘുഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് പിരിയണം. ആളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുന്നതായിട്ട് ദിവസം കൂടെ പറയണം. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. നമ്മളൊരു ഇടവയിലെ അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ അന്യനെ അറിയുന്നതിനായിട്ട് സാധിക്കും. അറിയുന്നതായിട്ട് 4-5 പേരുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ശേഷമുള്ള ജനം എന്ന് പറയുന്നത് പോലെ നമ്മൾ അവരെ എല്ലാം മാർജിനിലേക്ക് തള്ളിയിരിക്കുകയാണ്. ശേഷമുള്ളവർ ദൈവത്തിന് മുൻപാകെ നാം എല്ലാവരും വിലപ്പെട്ടവരാണ്. ദൈവത്തിന് വേണ്ടാത്തതായുള്ള മക്കൾ ആരുമില്ല. ഇന്ന് 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. അവർ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റേതാണ്. ദൈവസന്നിധിയിൽ ചേർന്ന് വരുന്നതിനാൽ അവർക്ക് ഇടയാവണം. അവർ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കുകയും വേണം. അത് ഉറപ്പാക്കണം. ഈ ഇടവക അവരുടേതാണ്. സമ്മതിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? മണ്ഡലത്തിൻ്റെ അസംബ്ലിയുടെ ഇലക്ഷൻ വരുമ്പോഴും നമുക്കറിയാം നമ്മളുടേതായുള്ള ചിന്തകൾ എന്താണ് എന്നത്. എത്രയോ തീവ്രമായിട്ടാണ് നാം ഓരോരുത്തരെ എലക്ട് ചെയ്യുന്നതിനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. എവരിബഡി ഈസ് ഇമ്പോർട്ടൻറ്റ്. സമ്മതിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? നമുക്ക് എല്ലാവർക്കും ഏറെ സുഹൃത്ത് വലയങ്ങളുണ്ട്. എന്താ ഗുണം? കൂട്ടുകാരേറെയുണ്ട്. എന്താ ഗുണം? അന്യോന്യം അറിയുന്നതിനായിട്ട് അന്യോന്യം സഹായിക്കുന്നതിനായിട്ടും കഴിയുന്നില്ല എങ്കിൽ എന്താണ് ഗുണം? എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് ഞാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യന് സഹായിയായിട്ട് തീരുക എന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. വെറുപ്പും വിദ്വേഷവും പകയും നമ്മെ അകറ്റും. ഭയമുള്ളിടത്ത് മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചതായുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നാം വായിച്ചിട്ടിരിക്കുന്നതായുള്ള ആളുകളാണ്. എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചത്? എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചത്? മനുഷ്യർ മരിക്കുന്നതിനെക്കുറിച്ച് വിചാരമില്ലാത്തതായുള്ളൊരു ലോകം. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയെന്ന് പറയുന്നതായുള്ള കർത്താവിൻ്റെ സ്ഥാനാപതികളാണെങ്കിൽ ജീവനെ സംരക്ഷിക്കുക എന്നതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ഉത്തരവാദിത്വം. ജീവനെ സംരക്ഷിക്കുക. പിന്നെ നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ ആൾക്കാരെ ലോൺലിയാണ്, ഏകരായിട്ട് നിസ്സഹായരായിട്ട് കിടക്കുന്നതായുള്ള സാഹചര്യം. സഹായിക്കുന്നതിനായിട്ട് കഴിയുമോ? നമ്മളുടെ ദേവാലയങ്ങളിലെല്ലാം ഇപ്പോൾ പ്രായമുള്ളതായിട്ടുള്ള ആളുകളും കുഞ്ഞുങ്ങളുമാണ് ഏറെയുള്ളത്. യുവജനങ്ങളൊക്കെ അവർ പുറത്തോട്ട് പോയിരിക്കുകയാണ്. യൂത്ത് മൈഗ്രേഷൻ. ഇന്ന് പ്രായമുള്ളവരെന്ന് പറയുന്ന അവസ്ഥയിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരെ വടി പിടിച്ചായിരിക്കും വരുന്നത്. പിന്നെ വീൽ ചെയർ വരുന്നതായുള്ള സമയം ഉണ്ടാകും. ആർ യു പ്രിപ്പയർഡ്? ഇടവക അവരെ കൂടെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്ന ഒരു ഇടവകയായിട്ട് തീരുന്നു. നാം ഈ വേദഭാഗത്ത് വായിക്കുന്ന 4 ആളുകൾ ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നതാണ്. അവർക്ക് യേശുവിനെ കാണുന്നതിനായിട്ടും കേൾക്കുന്നതിനായിട്ടും താല്പര്യമുണ്ട്. എന്നാൽ ഈ 4 ആളുകൾ യേശുവിൻ്റെ അടുത്ത് വരുവാനായിട്ട്, കപ്പർനഹൂമിലെ ഭവനത്തിലേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാവുന്നൊരു പക്ഷപാതക്കാരനുണ്ട്, അവൻ നിസ്സഹായനാണ്, അവന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അവനെ കൂടെ കൊണ്ടുപോകാം. 4 ആളുകൾ ഒരു പക്ഷപാതക്കാരനെ എടുക്കുകയാണ്.
ഒരാളല്ല, 4 ആളുകൾ. നമുക്ക് സ്നേഹമുള്ള അവസരത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഹെവിയല്ല, അവരുടെ കുഞ്ഞ് നമുക്ക് ഹെവിയാണ്. നമ്മളുടെ കുഞ്ഞ് നമുക്ക് ഭാരമല്ല, എന്നാൽ മറ്റൊരാളുടെ കുഞ്ഞ് നമുക്ക് ഭാരമാണ്. എന്താണ് വ്യത്യാസം? സ്നേഹമാണ് വ്യത്യാസം. നാം സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മളുടേതെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഹെവിയല്ല, ഭാരമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖമാകുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക്, ഡോക്ടറുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നതായുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലേ? അല്ല, നിങ്ങൾ തന്നെ ചെയ്തിട്ടില്ലേ? ഹീ ഈസ് നോട്ട് ഹെവി, ഹീ ഈസ് മൈ സൺ, ഹീ ഈസ് മൈ ഡോട്ടർ. ഒരു ചേരിയിലുള്ള ആളുകൾ, അവരെല്ലാം ഒരുമിച്ച് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ചേരിയിലുള്ള ആളുകൾ താമസിക്കുന്നിടത്ത് ഒരു ഭവനത്തിലെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അവരെല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞിനെ അന്വേഷിക്കുന്നതിനായിട്ടൊക്കെ പുറപ്പെട്ടു. രാത്രിയായ അവസ്ഥയിൽ മറ്റുള്ളവരെല്ലാം തിരിച്ചു വന്നു. നേരം വെളുത്ത് ഈ പ്രായമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയിൽ കാണുന്ന കാഴ്ച ഈ അമ്മ തൻ്റെ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ അവളോട് ചോദിച്ചു, നീ എവിടെയാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ അവൾ പറഞ്ഞു, ഇത് എൻ്റെ കൊച്ചാണ്, എൻ്റെ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ വിട്ടിട്ട് എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. രാത്രിയായാലും പകലായാലും ഇത് എൻ്റെ കുഞ്ഞാണ്, ഞാനാണ് കണ്ടെത്തേണ്ടത്. ഇന്ന് പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്, മണി ക്യാൻ ബൈ. നമ്മുടെ ജീവിതത്തിലുള്ള ചുറ്റുപാടുകളെല്ലാം നമുക്ക് ചരിതിരിച്ച് വയ്ക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ എനിക്ക് മറ്റാരെയും ആവശ്യമില്ല. വെറുതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല. എത്ര തന്നെ പ്രഗത്ഭരായാലും, എത്ര തന്നെ പണമുള്ളവരായാലും, എത്ര തന്നെ സ്ഥാനമാനങ്ങളുള്ളവരാണേലും അവസാനം എല്ലാവരെയും പോലെ മരിക്കും. യു വിൽ ബി ഹെൽപ്ലെസ്. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് ആവശ്യകത എത്രയും വേഗം മനസ്സിലാക്കുക എന്നത്ര കരണീയമായിട്ടുള്ളത്. ഹൂ ഈസ് ദി അതർ? മറ്റൊരാളെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപരൻ എന്ന് പറയുന്നതായുള്ള ആളാരാണ്? നമുക്ക് വേണം ഈ 4 ആളുകളുമായിട്ടൊക്കെ തൊഴിലും ചെയ്തതിന് ശേഷം അത് നമ്മളിൽ ഒരാളാണ് എന്ന് പറയുന്നതിനായിട്ട് കഴിയും. എന്നാൽ വാട്ട് അബൌട്ട് ദ പാരലിറ്റിക്? ഈ പക്ഷപാതക്കാരന് ഞാനുമായിട്ടുള്ള ബന്ധം തന്നെ. പക്ഷപാതക്കാരൻ എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷനാണ്, തുടർച്ചയാണ്. എനിക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നതായിട്ട് ഒരാളല്ല. ഹിസ് പെയിൻ ഈസ് മൈ പെയിൻ. ഹിസ് ലോൺലിനെസ് ഈസ് മൈ ലോൺലിനെസ്. ഒരു കവി ഇപ്രകാരം പറയുണ്ടായി, ഏതൊരാത്മാവിനെ തുളയ്ക്കുന്നതായുള്ള മുള്ളും എന്നാത്മാവിനെ കുത്തി നോവിക്കും എന്നത്. മറ്റൊരാളെ തുളച്ച് കയറുന്നതായുള്ള മുള്ള് എൻ്റെ ദേഹത്തെ കൊള്ളുന്നതായുള്ള മുള്ള് പോലെയാണ്. ആ നോവ് എനിക്ക് കിട്ടും. ഇത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതായുള്ള ഒന്നാണ്. കുഞ്ഞ് അസുഖമായി കിടക്കുമ്പോൾ, പ്രയാസത്തിലാകുമ്പോൾ സ്നേഹമുള്ളതായുള്ള മാതാപിതാക്കൾ പറയും, എനിക്കാണ് വേദന. ഇന്ന് ബോർഡ് എക്സാം എഴുതുന്നതായുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് മുൻകൂട്ടികൾ, അവരെക്കാളും വെപ്രാളമാണ് മാതാപിതാക്കൾക്ക്. ഞാനൊന്നും ചെയ്യുന്നില്ല, എന്തോ കുഴപ്പമുണ്ട്. മലയാള മനോരമയുടെ എഡിറ്ററായിരുന്ന തോമസ് ജേക്കബ് താനൊരു പുസ്തകം രചിച്ചതിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്.
താൻ മലയാള മനോരമയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു വീട്ടിൽ ഇന്നാരെ മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞു. ഇതേ പേരൂരാണ് സ്വന്തം നാട്. അപ്പോൾ ആ വിവരം ആ വീട്ടുകാരെ ഒന്ന് അറിയിക്കണം. ആദ്യം തനിക്കറിയാനായിട്ട് സാധിച്ചു, എന്നാൽ ആ വീട്ടുകാരെ അറിയില്ല. വീട്ടുകാരെ ഒന്ന് അറിയിക്കണം. അപ്പോൾ തോമസ് ജേക്കബ് ആ വീട്ടുകാരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ തനിക്കറിയാവുന്ന മറ്റേ നമ്പറൊക്കെ നോക്കി, തിരുവല്ലയിലുള്ള ആളുകളുടെയൊക്കെ ഒരു നമ്പറിൽ ഡയൽ ചെയ്തു. ആളെടുത്തു. വൃദ്ധനായുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ചോദിച്ചു, എന്തിനാ വിളിച്ചത്? അത് ഇന്ന ഇരവിപേരിലെ ഇന്ന വീട്ടിലെ ആളെ മരിച്ചുപോയി, ആ വിവരം ആ വീട്ടുകാരെ ഒന്ന് അറിയിക്കണം. അപ്പോൾ പറഞ്ഞു, ഇവിടെ നല്ല മഴയാണ്, എല്ലാ ലൈനും ഒക്കെ കിട്ടാൻ പ്രയാസമുണ്ട്, എന്നാൽ ഞാൻ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു, എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? അപ്പോൾ പറഞ്ഞു, ഇരവിപേരിൽ താമസിക്കുന്ന KK ജോർജ് അച്ഛനോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എങ്ങനെയെങ്കിലും വീട്ടുകാരെ അത് അറിയിക്കും. ആശ്വാസമായി. അപ്പോഴാണ് മനസ്സിൽ തന്നെ ഒരു ശാന്തത വന്നത്. അപ്പോൾ ചോദിച്ചു, അങ്ങാരാണ്? ഈ രാത്രിയിൽ ഈ 11 മണി കഴിഞ്ഞൊക്കെ ഈ നല്ല മഴയുള്ളതായുള്ള അവസരം ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് പ്രവർത്തിക്കുന്നതായുള്ള അങ്ങാരാണ്? അപ്പോൾ മറു ചോദ്യം, അവിടെ നിന്നൊരു ചോദ്യം, നിങ്ങളുടെ കാര്യമൊക്കെ സാധിച്ചില്ല, ഞാൻ വിവരമൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ, ആ വീട്ടുകാരെ അറിയിക്കാനല്ലേ പറഞ്ഞു. അത് അറിയിച്ചല്ലോ, പിന്നെന്താ ആരാണെന്നൊക്കെ അറിയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ തോമസ് ജേക്കബാണ്, മലയാള മനോരമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാനാണ് അലക്സാണ്ടർ മാർത്തോമ. അതുവരെ ആരാണെന്ന് അറിയാൻ പാടില്ലാതാണ് വിവരമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ മറ്റൊരാളുടെ ആവശ്യം കേട്ടതായുള്ള അവസരത്തിൽ തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ KK ജോർജ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കും. അങ്ങാരാണ്? സഭയുടെ മെത്രാപ്പോലീത്ത. നമ്മളുടെ ജീവിതത്തിൽ എത്രയെത്രയോ ആവശ്യത്തിലിരിക്കുന്ന ആളുകളെയാണ് നാം കാണുന്നത്. എത്രയെത്രയോ രോദനങ്ങളാണ് നാം കേൾക്കുന്നത്, കരച്ചിലുകളാണ് നാം കേൾക്കുന്നത്, എത്രയെത്രയോ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങളൊരു സഹായിയായിട്ട് നിൽക്കുവാനായിട്ട് ഇടയാകുമോ? ഇന്ന് വളരെ താല്പര്യത്തോടുകൂടി ഈ പള്ളിയിൽ വന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ നമ്മളുടെ ഇടയിൽ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നതായിട്ടുള്ള അവസ്ഥ ആളിനെ ഒന്ന് പോയി കാണാനായിട്ട് കഴിയുമോ? എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിക്കാൻ കഴിയുമോ? ഭക്ഷണം കൊടുക്കാൻ, വെള്ളം കൊടുക്കുവാൻ, ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ, ആരാധന അവർക്കൂടെ ലഭ്യമായി തരുവാൻ ഒക്കെ വേണ്ടതായുള്ള ക്രമീകരണം ചെയ്യുന്നതിനായിട്ട് സാധിക്കുമോ? നാം ഇവിടെ വായിക്കുന്നത്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനുടെ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്. നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്? മറ്റുള്ളവർ അറിയുന്നത് നമ്മളുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണുന്നതായുള്ള അവസരത്തിലാണ്. ദ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്. അതേ അവസരത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, വി ലിവ് ഇൻ എ കമ്മ്യൂണിറ്റി. വിശ്വാസ സമൂഹമാണ് ഇത്. ചാത്തന്നു മാർത്തമ്മ ഇടവകയാണ്. അത് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ധാരാളം ആളുകൾ ഈ പള്ളിയിലുണ്ട്. ഞാൻ ഇന്ന പള്ളിയിലെ അംഗമാണ്. എന്നാൽ ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിൽ അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഞാൻ ഈ ഇടവകയിലെ അംഗമായിരിക്കുന്നതുകൊണ്ട് ഈ ഇടവകയിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിൽ ഇരുന്നാൽ ഞാൻ ചെല്ലും, സഹായിക്കും, കരുതും. മനസ്സിലുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ കഴിഞ്ഞ ആഴ്ച നാം വായിച്ചത്, യേശു കുഷ്ഠരോഗിയെ കണ്ട അവസരത്തിൽ മനസ്സലിഞ്ഞ് അവൻ്റെ തൊട്ടു. അവൻ്റെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുവാനായിട്ട് കഴിയുന്നതായുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമോ?
കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറി വനിതാ സമ്മേളനം നടത്തുന്നതായിട്ടുള്ള മീറ്റിങ്ങിൽ പോയി സംബന്ധിക്കുകയായിരുന്നു. അവിടെ അവർ ചിന്തിക്കുന്നതിനായിട്ട് നൽകിയതായിട്ടുള്ള വിഷയം, ഒരമ്മയുടെ കൈകൾ സമൂഹത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നു എന്നതാണ്. ഒരമ്മയുടെ കൈകൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ സഹായമായിട്ടെത്തിയിരുന്നു. മേരി ജോൺസ് എന്ന് പറയുന്നതായിട്ടുള്ളൊരു പെൺകുട്ടിയെക്കുറിച്ചാണ് ആ ദിവസം ഓർത്തതായിട്ടുള്ള കാര്യങ്ങൾ. ആരാണ് ഈ പെൺകുട്ടി? ഈ പെൺകുട്ടി വെൽഷ് ഭാഷയിലുള്ള ഒരു വേദപുസ്തകം കിട്ടണമെന്ന് ആഗ്രഹിച്ചതായുള്ള പെൺകുട്ടിയാണ്. അന്ന് വേദപുസ്തകം വളരെ വിരളമായിരുന്നു, വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾ കഠിനാധ്വാനം ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി അവരുടെ പാസ്റ്ററുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വെൽഷ് വേദപുസ്തകം കിട്ടണം. അച്ഛൻ്റെ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു, അത് അവൾക്കറിയാമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടുള്ള അവസ്ഥയിൽ അച്ഛൻ പറഞ്ഞു, ഞാനിത് വേറൊരാൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പോയല്ലോ, വാക്ക് പറഞ്ഞു പോയല്ലോ. അവൾ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ കഠിനമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി 14 കിലോമീറ്ററോളം നടന്ന് യാത്ര ചെയ്താണ് ഇവിടെ വന്ന് ഈ വെൽഷ് വേദപുസ്തകം കിട്ടുന്നതിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. മനസ്സലിഞ്ഞതായിട്ടുള്ള ആ പാരിഷ് പ്രീസ്റ്റ് വേദപുസ്തകം അവൾക്ക് കൊടുത്തു. ഇന്ന് നമുക്ക് വേദപുസ്തകം സുലഭമായതുകൊണ്ട് നമ്മളുടെ എത്ര വീടുകളിൽ വേദപുസ്തകമുണ്ട്? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു വേദപുസ്തകം കാണും വീട്ടിൽ, പോരാ. ഇന്ന് ഈ കുഞ്ഞുങ്ങളിവിടെ വന്ന് മുട്ടുകുത്തിയില്ല, ആ കുഞ്ഞുങ്ങൾക്ക് വരെ വേദപുസ്തകം വാങ്ങിക്കൊടുക്കണം. ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നടക്കുവാനൊക്കെയാണ് ആ കുഞ്ഞിനെ അഭ്യസിപ്പിക്കേണ്ടതായിട്ട് ചുമതല ദൈവം നിങ്ങളെയാണ്, വേറെ ആളല്ല, നിങ്ങളെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം വായിക്കുവാനായിട്ട് വാങ്ങിക്കൊടുക്കുമോ? പേഴ്സണലായിട്ടുള്ള ഡിവോഷൻ ആ കുഞ്ഞുങ്ങൾ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുമോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചാൽ കാണുമായിരിക്കും. എല്ലാവരും കൊണ്ട് ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കുന്നതായുള്ള അവസ്ഥയൊക്കെ കാണുമായിരിക്കും. എന്നാൽ കുഞ്ഞ് വേദപുസ്തകം ഇന്ന് വായിച്ചു എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. ഇന്ന് വേദപുസ്തകം വായിച്ചു ധ്യാനിച്ചു, ദൈവം എന്നോട് ഇതാണ് പറഞ്ഞത് എന്ന് പറയുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്നതായുള്ള ദൈവജനമേ, ദൈവം നമുക്ക് ഇന്ന് സാധ്യമാക്കി തീർത്തിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭവനത്തിലുള്ള ഓരോരുത്തർക്കും അവരുടെ പേഴ്സണലായിട്ടുള്ള ധ്യാനത്തിന് സഹായമായി നൽകി കൊടുക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തരണം. ഒരു വീട് വാങ്ങിച്ചു ചെയ്യുമായിരിക്കും, ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുമായിരിക്കും, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുമായിരിക്കും. എന്തുകൊണ്ടൊരു വേദപുസ്തകം കൊടുക്കുന്നില്ല? നമ്മുടെ ഹൃദയകാഠിന്യം മുഖാന്തരമാണ് ചെയ്യാത്തത് എന്നത് ഞാൻ പറയും. ഇവിടെ 4 ആളുകൾ കൂട്ടായ്മയുടെ ഐക്യം തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. ആ വീട് മുഴുവൻ ആൾക്കാരാണ്, വാതിൽക്കൽ പോലും ഇടമില്ല. അതുകൊണ്ട് അവർ പക്ഷപാതക്കാരനെ ഉപേക്ഷിച്ചില്ല. എന്നാൽ ഞങ്ങൾ അകത്ത് കയറി യേശു പറയുന്ന കാര്യങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞില്ല. ഒരു വാതിലടച്ച അവസരത്തിൽ വേറെ എന്ത് വഴിയാണ് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത് എന്ന് വിചാരിച്ച് അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആളിനെ താഴേക്ക് ഇറക്കി യേശുവിൻ്റെ അടുത്തേക്ക് ഇറക്കി വെച്ചു. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, വീടിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. വീടിനേക്കാൾ പ്രാധാന്യം. വീടിൻ്റെ മേൽക്കുര പൊളിച്ചു എന്നൊക്കെ പറയുമ്പോൾ മേൽക്കുര റീപ്ലേസ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലേ കിട്ടുകയുള്ളൂ. അത് സാധ്യമാക്കി കൊടുക്കണം. ഒരു തോട്ടക്കാരൻ, തോട്ടത്തിൻ്റെ ഉടമ അവരെ കുടുംബമായിട്ട് മനോഹരമായിട്ടുള്ളൊരു തോട്ടമൊക്കെ അവരുടെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അവർ ഇങ്ങനെ പൂക്കൾ നൽകും, ചെടികൾ നൽകും, വളം നൽകും, ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതായുള്ള ഒരു മനുഷ്യരാണ്. എന്നാൽ അവർ ഒരു കുടുംബമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ വന്നതായിട്ടുള്ള അവസരത്തിൽ ആ തോട്ടത്തിൻ്റെ ഉടമ ഒരു ഗ്രാസ് കട്ടർ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ടുള്ളത് വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സന്തോഷമായി. എനിക്കൊരു ഓട്ടോമാറ്റിക് ഗ്രാസ് കട്ടർ വാങ്ങിക്കുവാനായിട്ട് ഒത്തല്ലോ. അങ്ങനെ മക്കളെയൊക്കെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, മക്കളെ, ഇത് ഗ്രാസ് കട്ടറാണ്, നമ്മളുടെ ഈ മൈതാനത്തുള്ള പുല്ലുകളൊക്കെ വെട്ടുവാനായിട്ട് ഇതിന് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഈ തോട്ടത്തിൻ്റെ ഉടമ അവിടെ ഇല്ലാത്ത അവസരത്തിൽ മക്കൾ ആ വണ്ടിയിലേക്ക് കയറി. അവരവിടെ ഇവിടെയൊക്കെ പിടിച്ചതായുള്ള അവസ്ഥ അത് സ്റ്റാർട്ടായി. എന്നാൽ എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് അറിയാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ ഗ്രാസ് കട്ടർ അവിടെ ഇവിടെ എല്ലാം ഓടി നടന്നു. അതുകൊണ്ട് കുറേ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു. തോട്ടത്തിൻ്റെ ഉടമ മടങ്ങി വന്നതായുള്ള അവസരത്തിൽ ഈ ഗ്രാസ് കട്ടർ ഉപയോഗിച്ച് ചില ചെടികളൊക്കെ മുറിച്ച് കളഞ്ഞിരിക്കുന്നതാണ് കാണാനായിട്ടിടയായത്. വളരെയധികം ദേഷ്യം തോന്നി. ദേഷ്യപ്പെട്ട് മക്കളെ അടിക്കുന്നതിനായിട്ട് ഓടി വന്നതായിട്ടുള്ള അവസരത്തിൽ അമ്മ കയറി നടക്കുന്നു. അമ്മ പറഞ്ഞു, ഇത് നമുക്ക് ദൈവം നൽകിയതായിട്ടുള്ള 2 മക്കളാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ചെടികൾ വീണ്ടും വയ്ക്കുന്നതിനായിട്ട്, റീപ്ലാന്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അത് എങ്ങനെയെങ്കിലും നമുക്ക് ഉദ്ധരിക്കാം. എന്നാൽ ഈ മക്കളെ നിങ്ങൾക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അവർ നമ്മളുടെ മക്കളാണ്, ദൈവം നൽകിയതായുള്ള മക്കളാണ്. ഒരു പള്ളിയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ ആ പള്ളിയിലെ അച്ഛൻ്റെ പാസനേജിൽ ഒരു മീറ്റിങ്ങിനായിട്ട് കൂടി. അപ്പോൾ അവരവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച അവസ്ഥയിൽ കുറച്ച് ചായയൊക്കെ കാർപ്പറ്റിൽ വീണു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നാളെ തൊട്ട് നമുക്ക് ഈ പരിപാടി വേണ്ട. ആ പള്ളിയും ആ പാസനേജും കുട്ടികൾ കൂടി അർഹതപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇനി എത്ര നാൾ വേണം? കാർപ്പറ്റാണോ വലുത്, കുഞ്ഞുങ്ങളാണോ വലുത്? ചെറുപ്രായത്തിൽ നമ്മളൊക്കെ എന്തുമാത്രം കുസൃതികൾ കാട്ടിയിട്ടുണ്ട്. അടിയും കിട്ടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതുകൊണ്ട് മക്കളെ അടിക്കണമെന്നില്ല. അവരെ ശാസിക്കാം, തിരുത്താം, ചെയ്യരുത് എന്ന് പറയാം. എന്നാൽ സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തുവാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത്. ഒരമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നതായുള്ള അവസ്ഥയിൽ കുഞ്ഞിനെ അടിക്കുന്നതിനായിട്ട് വടിയെടുത്തു. അപ്പോൾ കുഞ്ഞിന് നല്ല ഉറപ്പായി അടി കിട്ടും. ആ കുഞ്ഞെന്നാ ചെയ്തെന്നറിയാമോ? കുഞ്ഞ് അമ്മയും വടിയും കൂടെ ചേർത്ത് പിടിച്ചങ്ങ് ആശ്ലേഷിച്ചു. പിന്നെങ്ങനെ കുഞ്ഞിനെ അടിക്കുന്നത്? അമ്മ എന്നെ അടിച്ചാലും ഞാൻ അമ്മയുടേതാണ്, അതുകൊണ്ട് അമ്മയെ ഞാൻ വിടുകയില്ല. കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള ദാനമാണ്. അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് സ്നേഹമുള്ളവരായി വളർത്തിക്കൊണ്ടുവരേണ്ടത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ചുമതലയുമാണ്. തടസ്സങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള നിശ്ചയദാർഢ്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. When one door is closed, let us remember that God has the bunch of keys where He can open another door for us. താക്കോൽ കൂട്ടം കർത്താവിൻ്റെ കാര്യത്തിലുണ്ട്. ഒരു വാതിൽ അടയ്ക്കുന്നതായുള്ള അവസ്ഥയിൽ മറ്റൊരു വാതിൽ തുറന്നു തരുവാനായിട്ട് അവന് സാധിക്കും. ഇത് ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്. ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ ഒത്തുവന്ന് വരികയില്ല. എന്നാൽ ഓർക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വഴിയെ കണ്ടെത്തുക എന്നത് അത്ര ആവശ്യമായിരിക്കുന്നു. 4 ആൾ പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നതായിട്ടുള്ള അവസരത്തിൽ അവർക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ഇറക്കി വയ്ക്കുവാനായിട്ട്, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രയാസമായിരുന്നു. അതുകൊണ്ട് മേൽക്കുര പൊളിച്ച് താഴേക്ക് ഇറക്കി വെച്ചു.
യേശു ഈ പക്ഷവാതിനെ കണ്ടതായുള്ള അവസ്ഥയിൽ ആദ്യം പറയുന്നത്, മകനെ, നിന്റെ പാപം നിനക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അവനോട് പറഞ്ഞു, നീ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം. സൗഖ്യം നൽകുന്നതിന് മുമ്പായി അവൻ്റെ പാപങ്ങളെ മോചിക്കുന്നതായുള്ള കർത്താവ്. കെ തോമസ് അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛൻ്റെ അടുത്ത് ധാരാളം ആളുകൾ പല പ്രശ്നങ്ങളുമായിട്ട് ചേർന്ന് വരും. അച്ഛനറിയാം, ഈ പുറമെ പ്രകടമായിട്ടുള്ള കാര്യങ്ങളെക്കാളൊക്കെ അകമേ ആ മനുഷ്യരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട്. ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കാണുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടത് എത്രയോ ആവശ്യമാണ്. ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ആവശ്യങ്ങളെ നോക്കിക്കാണുവാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടത് എത്രയോ ആവശ്യമാണ്. ഏതൊരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് മുമ്പിൽ ഒരു ത്യാഗമുണ്ട് എന്നത് നാം പഠിക്കുന്നതായൊരു പാഠമാണ്. ഏതൊരു മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് മുമ്പിൽ ഒരു ത്യാഗമുണ്ട്. ത്യാഗത്തിൽ കൂടി അല്ലാതെ വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കില്ല. ഒരുവൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ്. അത് നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ്. അതെടുക്കാനായിട്ടുള്ള താല്പര്യമുണ്ടോ? മാത്യു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു ഗ്രാമീണനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ട് ഒരുമിച്ച് ആ ഗ്രാമത്തിൽ പാർക്കുകയാണ്. ചില്ലറ കച്ചവടമൊക്കെ നടത്തിയാണ് അദ്ദേഹം കുടുംബത്തെ പുലർത്തിയിരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ദാമ്പത്യ ജീവിതത്തിലൊരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെ ക്ലാര എന്ന പേരിട്ടു. കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടി അമ്മ മരിച്ചുപോയി. എല്ലാ ചുമതലയും ഈ അപ്പൻ്റെ മുകളിലായി. മാത്യു എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രാമീണനായിട്ടുള്ള മനുഷ്യൻ്റെ ചുമതലയായി. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തൻ്റെ സാമഗ്രികളൊക്കെ ക്രമീകരിച്ചതിന് ശേഷമാണ് കടയിൽ പോയി ജോലി ചെയ്തത്. ക്ലാര മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് നന്നായിട്ട് പഠിക്കുന്നതിനായിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാത്യു തൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഞാൻ ഈ കുഞ്ഞിനെ എത്രയും പഠിപ്പിക്കാമോ അത്രയും ഞാൻ പഠിപ്പിക്കും. അവൾ പഠിച്ച് മിടുക്കിയായി. അവൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പോടുകൂടി അമേരിക്കയിൽ പോകാനായിട്ടുള്ള വഴിയും ഒരുക്കപ്പെട്ടു. അപ്പോൾ മാത്യുവിനൊരു പ്രയാസം, അവൾക്ക് എയർ ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല. തനിക്കുണ്ടായിരുന്ന അല്പസ്വല്പം സ്ഥലമൊക്കെ തൻ്റെ വീടുമൊക്കെ ജപ്തി ചെയ്ത് അതൊക്കെ കൊടുത്തതിന് ശേഷം കിട്ടിയതായുള്ള പണം കൊണ്ട് എയർ ടിക്കറ്റ് വാങ്ങി അവളെ അയച്ചു. കണ്ണുനീരോടുകൂടിയാണ് ഈ മാത്യു ഈ ക്ലാരയെ വിദേശത്തേക്ക് അയച്ചത്. ഏകദേശം 8 വർഷങ്ങൾ കഴിഞ്ഞതായുള്ള അവസരത്തിൽ ക്ലാര മടങ്ങി വീട്ടിൽ വന്നു. അവിടെ പോയി പഠിച്ച് ഒരു ഡോക്ടറായി തീരുന്നതിനായിട്ട് സാധിച്ചു. അവൾ വീട്ടിൽ വന്നതായുള്ള അവസ്ഥയിൽ ആദ്യം ചെയ്തതായുള്ള സംഗതി, രാവിലെ എഴുന്നേറ്റ് തൻ്റെ പിതാവിന് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം അവൾ കൊണ്ടുവന്നതായുള്ളൊരു മോതിരം അദ്ദേഹത്തിൻ്റെ വിരലിലിട്ടു. അദ്ദേഹം ജോലിക്ക് പോകുന്നതിനായിട്ട് ഒരുങ്ങിയ അവസരത്തിൽ പറഞ്ഞു, ഡാഡി, ഇനിയും ജോലിക്ക് പോയി അധ്വാനിക്കേണ്ടതായുള്ള ആവശ്യകതയില്ല. ഇനി എൻ്റെ ഊഴമാണ്. ഞാനാണ് ഇനി ഡാഡിയെ നോക്കേണ്ടത്. ഞാൻ ജോലി ചെയ്തോളാം. ഇങ്ങനെ പറയുന്നതായുള്ള എത്ര ഭവനങ്ങൾ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. എൻ്റെ ഒരു മകൻ അമേരിക്കയിലാണ്, ഒരു മകൻ പാരീസിലാണ്, ഒരു മകൻ ജർമ്മനിയിലാണ്. ഇത് പറയുന്നതിലുള്ള അഭിമാനമല്ലേ നമുക്കുള്ളത്? എന്നാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്തതായുള്ള അവസരത്തിൽ വന്ന് കാണുന്നതായുള്ള ആരുണ്ട്? കരണം എന്ന് പറയുന്നതായുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ കാനഡയിൽ പോയതായുള്ള മക്കൾ അവരുടെ മക്കളുമായിട്ട് പേരക്കുട്ടികളുമായിട്ടൊക്കെ
വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്ന അവസരത്തിൽ ആ വീട്ടിലുള്ള കാടെല്ലാം തെളിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഊഞ്ഞാലൊക്കെ ഇട്ട് അമ്മ അകത്ത് നേന്ത്രപ്പഴത്തിൽ നിന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വാർത്ത ഇപ്പോൾ വരുന്നതിനായിട്ട് സാധിക്കുകയില്ല. അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു നയാഗ്ര ഫോൾസ് എന്ന് പോയി കാണുന്ന വെള്ളച്ചാട്ടം കാണുവാനായിട്ട് എൻ്റെ മക്കളുമായിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണ്. ഇപ്പോൾ വരുന്നതിനായിട്ട് സാധിക്കത്തില്ല. അപ്പൻ്റേതായ ഹൃദയം തകർന്നു പോയി. ആ തകർന്നതായ ഹൃദയത്തോടുകൂടി അപ്പൻ ചോദിക്കുന്നതായിട്ടൊരു ചോദ്യമുണ്ട്, അവൻ്റെ അപ്പനേക്കാൾ ഈ വെള്ളച്ചാട്ടമാണോ വലുത്? ചോദിച്ചു പോകില്ലേ? എന്നാൽ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അവരെ പുറത്തേക്ക് അയക്കുന്നതിനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി, എങ്ങനെയും പണം ഉണ്ടാക്കി, എങ്ങനെയും ടിക്കറ്റ് കൊടുത്ത്, എങ്ങനെയും പൈസയൊക്കെ കൊടുത്ത് അയക്കുകയാണ്. ഇവിടെ പഠിച്ച് ഇവിടെ ജോലിയിൽ കയറത്തക്കോണമുള്ള സംവിധാനം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ലേ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായുള്ളൊരു പ്രവർത്തനം 4 പേർക്കൊണ്ട് ജോലി കൊടുക്കുവാനായിട്ട് കഴിയുകയില്ലേ? ചിന്തിക്കേണ്ടതായ വിഷയമാണ്. ഞാൻ ആ വിവാദത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ്റെ ബാഹ്യമായിട്ടുള്ള ആവശ്യങ്ങളും ആന്തരികമായുള്ള ആവശ്യങ്ങളും നോക്കിക്കാണുക എന്ന് പറയുന്നത് ഒരു സഭയുടെ ദൗത്യമാണ്. നീറിപ്പകയുന്നതായുള്ള പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നതായിട്ടുള്ള മനുഷ്യരെ വെറുതെ വെച്ചുകെട്ടി വിടുകയല്ല, വല്ല വിധേനെ രക്ഷപ്പെടുത്തണമെന്ന് പറയുകയാണ് ആവശ്യം. ഇപ്പോൾ ഇതാ എനിക്കുള്ളത് തരുന്നു, ഇനി ഞാൻ പോയി ജോലി ചെയ്ത് ഇനിയും മടങ്ങി വന്ന് അധികമായിട്ട് എന്തെങ്കിലും ചെലവിട്ടാൽ അത് ഞാൻ തന്നുകൊള്ളാം. ഒരു വീട്ടുകാരനുമല്ലാതെ ശമരിയാക്കാരനാണ്. നിനക്ക് അവനെ കൂട്ടുകാരനായി തീർന്നത് ആരെ എന്ന് കർത്താവാണ് അവനോട് ചോദിക്കുന്നത്. ഒരു നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നതായുള്ള മനുഷ്യൻ, ഭക്തനായുള്ള മനുഷ്യനാണ്. വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് അറിയാം. ആ ആളാണ് ചോദിക്കുന്നത്, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? അവൻ ആരാണ് കൂട്ടുകാരനായി തീർന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. അവനോട് കരുണ കാണിച്ചവൻ തന്നെ. നീയും പോയി അങ്ങനെ ചെയ്യുക, നീയും പോയി അങ്ങനെ ചെയ്യുക. 4 ആളുകൾ പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിന് മുഖാന്തരമായി അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്തു. കണ്ടവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് മഹത്വം നൽകുക എന്നത്രേ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൻ്റെ പ്രാധാന്യമറിയിക്കുന്നതായുള്ള വസ്തുത. നമ്മളുടെ ഒരു ഇടവകയുടെയും പ്രാധാന്യമറിയിക്കുന്നതല്ല കാര്യമാകെ തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ടിടയാണ്. ദേശത്തിന് നന്മ ചെയ്ത് ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സാധിക്കുക എന്നതത്രേ കരണീയമായിട്ടുള്ളത്. കർത്താവേ, നിന്നെ കാണുവാൻ, നിന്നെ കേൾക്കുവാൻ, നിന്നെ സാമീപ്യം അനുഭവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടെ നിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ മനസ്സൊരുക്കമുള്ളതാക്കി തീർക്കണമേ എന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, 4 ആളുകൾ നിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ താല്പര്യപ്പെട്ടപ്പോൾ അവരുടെ മധ്യത്തിൽ പക്ഷപാതം പിടിച്ച് കിടപ്പിലായിരുന്നതായുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അവർ 4 പേരും കൂടെ ഒരുമിച്ച് ചെന്ന് അവനെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെയൊക്കെ അവിടെ നിന്ന് നിറച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കരുണയുള്ളവരായി, ആർദ്രതയുള്ളവരായി, മനസ്സിലുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ ചുറ്റുപാടിലും ഞങ്ങളുടെ ഇടവയിലും പരിസരത്തുമെല്ലാം അപ്രകാരമായിരിക്കാൻ കൃപ നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ.